പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അബ്രാഹം, ലോത്ത്, അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനായ ലോത്ത്, അവർ കാനാൻ ദേശത്ത് അബ്രാഹത്തിൻ്റെ വിശ്വാസം, വിശ്വസ്തത, ഔദാര്യം അതെല്ലാം നിമിത്തം ലോത്തിനോടൊപ്പം വസിക്കുക. പക്ഷെ അവിടെ ഇവരുടെ രണ്ടുപേരുടെയും ആ കുടുംബവും അതുപോലെ തന്നെ പരിചാരകരും ആട്ടിടയന്മാരുടെയൊക്കെ എണ്ണം പെരുകി സമ്പത്തിൻ്റെ വലിപ്പം വർദ്ധിച്ചപ്പോൾ അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് മാറി. ലോത്ത് തിരഞ്ഞെടുത്തത് ജോർദാൻ്റെ സമതല പ്രദേശം, അവിടെയുള്ള പച്ചപ്പും ഫലപുഷ്ടിയുള്ള മണ്ണുള്ള ജലസമൃദ്ധിയുള്ള നഗരങ്ങളുള്ള നഗര സൗകര്യങ്ങളുള്ള സ്ഥലമായിരുന്നു. അങ്ങനെയാണ് സോദോം ഗൊമോറ പ്രദേശത്തേക്ക് ഈ ലോത്ത് വന്നത്. പക്ഷെ അവിടുത്തെ പാപത്തിൻ്റെ പെരുപ്പം അത് ലോത്തിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചും ലോത്ത് ഇത് തിരഞ്ഞെടുത്തപ്പോൾ ചിന്തിച്ചിട്ടില്ല. ചില സ്ഥലങ്ങളിലേക്ക് ദൈവം അയക്കുന്നില്ലെങ്കിൽ പോകാൻ പാടില്ല. ജോലിക്ക് വേണ്ടിയാണെങ്കിലും സമ്പത്തിന് വേണ്ടിയാണെങ്കിലും ഏതെങ്കിലും ലൗകിക നേട്ടത്തിന് നമ്മൾക്ക് വളരെ അത്യാവശ്യമുള്ളതെന്ന് തോന്നുന്നതിനാണെങ്കിൽ പോലും ദൈവം അയക്കുന്നതില്ലെങ്കിൽ അങ്ങോട്ട് പോകരുത്. അവിടെയുള്ള തിന്മകളെ നമുക്ക് കീഴടക്കാൻ പറ്റില്ല, ആ തിന്മ നമ്മളെ കീഴടക്കുമെന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് പോകാൻ പാടില്ല. ഏതായിരുന്നാലും ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലത്ത് പാപം പെരുകി. അബ്രാഹം മഹത്വം ശക്തവുമായ ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനൊന്ന് മറച്ചു വെക്കണമോ എന്ന് ദൈവം ഒരു ആത്മഗതം എന്നോണം പറയുന്ന വചനം ഉൽപ്പത്തി 18-17 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നു. അബ്രാഹത്തിന് ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ദൈവം തന്നെ ആയിരുന്നു, ദൈവം ദൂതന്മാരിലൂടെ വെളിപാട് നൽകി. അപ്പോൾ അവിടെ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ദൈവം തൻ്റെ സന്ദേശം അബ്രാഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. സോദോം ഗൊമോറയ്ക്കെതിരെയുള്ള മുറവിളി വളരെ വലുതാണ്, അവരുടെ പാപം ഗുരുതരമാണ്, അതിനാൽ ഞാൻ അങ്ങോട്ട് പോവുകയാണ് അവിടെയുള്ള കാര്യങ്ങളൊന്ന് കാണാൻ. അബ്രാഹം അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ തന്നെ നിന്നു. ആ സോദോം ഗൊമോറ നശിപ്പിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ, ലോത്തിൻ്റെ നാടാണ് എങ്കിലും അബ്രാഹം തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു: ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെ അങ്ങ് നശിപ്പിക്കുമോ? നഗരത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ച് കളയുമോ? അബ്രാഹം ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു യാചന നൽകി. വളരെ സ്നേഹത്തോടെ ദൈവം പറഞ്ഞു ഇല്ല. അപ്പോൾ അബ്രാഹം ചോദിച്ചു, ഒരു 5 പേര് കുറവാണെങ്കിലോ? ഇല്ല. 45 പേരാണെങ്കിലും ഞാൻ അവരെ നശിപ്പിക്കില്ല. 40 പേരാണെങ്കിലോ? ഇല്ല. പിന്നെ 30 ആക്കി, 20 ആക്കി, 10 ആക്കി. അത്രയും പേര്, 10 പേര് അവിടെ ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ആ 10 പേരെ പ്രതി ഞാൻ നശിപ്പിക്കില്ല എന്ന് ദൈവം പറഞ്ഞതായി ഉൽപ്പത്തി 18-32 തിരുവചനത്തിൽ വായിക്കുന്നു. അബ്രാഹത്തോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി. അബ്രാഹം സ്വന്തം സ്ഥലത്തേക്ക് പോയി. പിന്നീട് ആ നാടിൻ്റെ പാപത്തിൻ്റെ ഒരു നേർചിത്രം അവിടെ വരച്ച് കാണിച്ചു. സ്വവർഗരതിയുടെ മഹാപരാധത്തിൻ്റെ ഒരു ചിത്രം അവിടെ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് ദൈവം അബ്രാഹത്തെ പ്രതി ഒരു കാര്യം ചെയ്തു. അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനായ ലോത്ത് അവിടെ വസിക്കുന്നുണ്ട്. അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനായതുകൊണ്ടും അബ്രാഹത്തിൻ്റെ മധ്യസ്ഥം ഉണ്ടായിരുന്നതുകൊണ്ടും അബ്രാഹത്തോടൊപ്പം വിളിയുടെ വിശുദ്ധിയുള്ള ഒരു നാട്ടിലേക്ക് വന്നവനായിരുന്നതുകൊണ്ടും, എന്നാൽ പിന്നീട് നഗരത്തിലെ സൗകര്യങ്ങളും സമൃദ്ധിയൊക്കെ തേടി പോയവനാണെങ്കിൽ പോലും അബ്രാഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനായതുകൊണ്ടും ആയിരിക്കാം ദൈവം അവനെ അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ തീരുമാനിച്ചു. ലോത്തിനോട് പറഞ്ഞു, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, മരുമക്കളാരും കൊണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, ഞാൻ നശിപ്പിക്കാൻ പോവുക. ലോത്ത് ഉടനെ പോയി മരുമക്കളോട് കാര്യം പറഞ്ഞു. മരുമക്കൾക്ക് അത് തമാശയായിട്ടാണ് തോന്നിയത്. ഈ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ള ചെറുപ്പക്കാർ അത് തമാശയായിട്ടെടുത്തു. ഇവിടെയാണ് ദൈവത്തിൻ്റെ വെളിപാട് വരുമ്പോൾ അത് നിരസിക്കുകയോ അതിന് ഗൗരവത്തോടെ കാണാതിരിക്കുകയോ ചെയ്യുമ്പോഴുള്ള ദുരന്തത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ കാണുന്നത്. അത് ഇപ്പം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 19-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 14-ാം തിരുവചനം. ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് എന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടു പോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണെന്നത്രേ അവർക്ക് തോന്നിയത്. അതുകൊണ്ട് അവർ പോയില്ല. ലോത്തും ഭാര്യയും 2 പെൺമക്കളും ലോത്തിനോടൊപ്പം ഓടി.
പക്ഷേ മറ്റൊരു സംഭവം കൂടെ അവിടെ വിവരിച്ചിട്ടുണ്ട്. 26-ാം വചനത്തിൽ ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു, അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. അതിന് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം ഉപേക്ഷിച്ച് പോരാൻ പറഞ്ഞ നാശത്തിന് ഒഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു ഭൂമിയിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനെ അവഗണിച്ച് ലോത്തിൻ്റെ ഭാര്യ ആ നശിപ്പിക്കാൻ പോകുന്ന നഗരത്തോടുള്ള താല്പര്യം, ആ നഗരത്തിൻ്റെ സമൃദ്ധിയും ആ നാടിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചുള്ള താല്പര്യവും നിമിത്തം അങ്ങോട്ട് തിരിഞ്ഞു നോക്കി എന്ന് പറയുമ്പോൾ അവൾ ദൈവത്തിൻ്റെ വിളിയേക്കാൾ ഉപരിയായി ലൗകിക സമ്പത്തിന് വില കൊടുത്തതുകൊണ്ട് ആ തീയും ഗന്ധകം ഇറങ്ങി നശിച്ച നാട്ടിൽ തന്നെ ഇല്ലായ്മയായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഉപ്പുതൂണായി എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ചാവുകടൽ തീരങ്ങൾ ഇങ്ങനെയുള്ള ഈ ഉപ്പുതൂണുകളായിട്ട് നിൽക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അങ്ങനെ പറയുന്നത് അതിൽ നിന്നുണ്ടായിരിക്കും ഒരു ചിത്രീകരണമായിരിക്കാം എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അവൾ ഉപ്പുതൂണായി തീർന്നു. അവൾ ആ നഗരത്തിൽ പാപികളോടൊപ്പം, പാപമില്ലാതിരിക്കെ പാപികളോടൊപ്പം നശിക്കാൻ ഒറ്റ കാരണമുള്ളൂ, പാപമില്ലാതിരിക്കെ പാപികളോടൊപ്പം വസിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. പാപികളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ കൈനീട്ടി നിന്ന തമ്പുരാൻ്റെ കരം പിടിക്കാതെ അവൾ പാപത്തിൻ്റെ സുഖം തേടിപ്പോയതുകൊണ്ട് അവിടെ നശിച്ചു. ഇനിയാണ് അതിനേക്കാൾ ഭീകരമായൊരു ചിത്രം നമ്മൾ കാണുന്നത്. അത് 19-ാം അധ്യായത്തിൻ്റെ 30-ാം തിരുവചനം മുതൽ വായിക്കുക. ഈ 2 മരുമക്കളാകാനുള്ള പുരുഷന്മാർ പെൺമക്കളുടെയും ലോത്തിൻ്റെ ഭാര്യയുടെയും കൂടെ വരാതിരുന്നുകൊണ്ടുള്ള ദുരന്തം നമ്മൾ കാണുന്നു. സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ 2 പെൺമക്കളോടുകൂടി അവിടെ നിന്ന് പുറത്തു കടന്ന് മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു. മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, നമ്മുടെ പിതാവിന് പ്രായമായി ലോക നടപ്പനുസരിച്ച് നമ്മോട് സംഗമിക്കാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല. അത് മറ്റൊരു തെറ്റ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ ഈ ചെയ്യാൻ പോകുന്ന പാപകര നടപടിക്ക് പകരമായി മറ്റൊരു മേഖലയിലേക്ക് തിരിഞ്ഞെങ്കിൽ ദൈവം ആരെങ്കിലും തിരഞ്ഞെടുത്ത് കൊടുക്കുമായിരുന്നു. നമുക്കറിയാം, വാഗ്ദത്ത ഭൂമിയിലേക്ക് വന്ന ജനത്തിന് ജീവിത പങ്കാളികളെ ദൈവത്തിൻ്റെ കൃപയനുസരിച്ച് ഒരുക്കി കൊടുക്കാൻ ദൈവത്തിന് പറ്റും. അതിൽ വിശ്വസിക്കാൻ അവളെ കൊണ്ട് പറ്റിയില്ല. കാരണം ഈ 2 പെൺമക്കൾക്കും അപ്പൻ്റെ ഈ ലൗകിക ബന്ധനം, അമ്മയുടെ ലൗകിക ബന്ധനം, ലോകത്തോടുള്ള അമിതമായ ആസക്തിയുടെ ബന്ധനം ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസമോ അബ്രാഹത്തോടു കൂടെ ജീവിച്ചപ്പോൾ കിട്ടിയ നന്മയോ അബ്രാഹത്തിൻ്റെ സംസ്കാരമോ കിട്ടിയില്ല. അതുകൊണ്ട് അവർ വലിയൊരു പാപകർമ്മത്തിലേക്ക് പോയി. മൂത്തവളെ ഇളയവളോട് പറഞ്ഞു, നമ്മുടെ പിതാവിന് പ്രായമായി ലോക നടപ്പനുസരിച്ച് നമ്മോട് സംഗമിക്കാൻ ഭൂമിയിൽ വേറെ പുരുഷനില്ല. അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോടൊത്ത് ശയിക്കാം. അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നിലനിർത്താം. അന്നൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്, ഇന്നും പാടില്ലാത്തതാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അപ്പന് മകളിൽ നിന്ന് കുഞ്ഞു ജനിക്കുക, മകൾ അപ്പനിൽ നിന്ന് ഗർഭം ധരിക്കുക, ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അന്ന് രാത്രി പിതാവിനെ അവർ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ പിതാവിൻ്റെ കൂടെ ശയിച്ചു. അവൾ വന്ന് കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല. പിറ്റേന്ന് മൂത്തവളെ ഇളയവളോട് പറഞ്ഞു, ഞാൻ ഇന്നലെ അപ്പനോടത്ത് ശയിച്ചു, ഇന്ന് നമുക്കവനെ വീഞ്ഞു കുടിപ്പിക്കാം, ഇന്ന് നീ പോയി അവനോടുകൂടെ ശയിക്കുക. അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം. അന്ന് രാത്രിയിലും അവർ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു. ഇളയവൾ അവനോടത്ത് ശയിച്ചു. അവൾ വന്ന് കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല. അങ്ങനെ ലോത്തിൻ്റെ 2 പുത്രന്മാർ തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായി. മൂത്തവൾക്കൊരു മകൻ ജനിച്ചു, മൊവാബ് എന്നവന് പേരിട്ടു. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള മൊവാബിരുടെ എല്ലാം പിതാവാണ് അവൻ. ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു, ബെൻ അമ്മി എന്നവന് പേരിട്ടു. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള അമോന്യരുടെ എല്ലാം പിതാവാണ് അവൻ. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1-ാം പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, സോളമൻ രാജാവിൻ്റെ നാശകാരണമായി വിദേശ വനിതകളെ പ്രേമിച്ച് കല്യാണം കഴിച്ച പാപത്തിൽ വിദേശ വനിതകളെപ്പെട്ട കുറേ സ്ത്രീകൾ ഈ മൊവാബിയരുടെയും അമോന്യരുടെയും ഗണത്തിൽപ്പെട്ട സ്ത്രീകളായിരുന്നു. അവർ വിഗ്രഹാരാധകരും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി ജീവിക്കുന്നവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫറവോയുടെ മകള്, അതുപോലെ തന്നെ മൊവാബ്യര്, അമോന്യര്, സിദോന്യര്, എദോമ്യർ, ഹിത്യർ എന്നീ അന്യവംശങ്ങളിലും പെട്ട വിജാതീയ സ്ത്രീകളെ കല്യാണം കഴിച്ച സോളമൻ രാജാവ് പിന്നീട് ദൈവത്തിൻ്റെ വിളിയുടെ എല്ലാ വൈശിഷ്ട്യവും നന്മയും നഷ്ടപ്പെട്ടവനായി, നാട് നശിച്ചു പോകുന്ന ദുരവസ്ഥയിൽ ആ നാടിനെ എത്തിക്കുന്നവനായി അവൻ മാറി. അപ്പോൾ ഇവിടെ അപ്പനിൽ നിന്ന് ഗർഭിണികളായി തീർന്ന 2 പെൺമക്കൾ ഇങ്ങനെ ഒരു പാപകർമ്മത്തിൽ വീഴാനുള്ള കാരണം എന്താണ്? ആ പെൺകുട്ടികളെ വിവാഹം ചെയ്യാനിരുന്ന 2 അവരുടെ ലോത്തിൻ്റെ മരുമക്കളാകാൻ വിളി കിട്ടിയവർ ദൈവത്തിൻ്റെ ദൂത് നേരിട്ട് കിട്ടിയ ലോത്തിൽ നിന്ന് സത്യം അറിഞ്ഞിട്ടും ആ തിരു സന്ദേശത്തോട് ചെവി തുറന്നു കൊടുത്തില്ല, ഹൃദയം തുറന്നു കൊടുത്തില്ല. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെയും
ദൈവത്തിൻ്റെ തിരുവെളിപ്പെടുത്തലുകളെ ധിക്കരിച്ചാൽ ദുരന്തമുണ്ടാകുമെന്ന് ഹെബ്രായർ 12:25 പറഞ്ഞിട്ടുണ്ട്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ അവഗണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തെന്നാൽ ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവൻ്റെ സ്വരം അവഗണിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നവൻ്റെ സ്വരം അവഗണിച്ചാൽ രക്ഷപ്പെടുക അസാധ്യമാണ്. ഹെബ്രായർ 12:25. ഈ വചനത്തിൻ്റെ ഒരു വലിയ ഒരു തെളിവായ്പയെ കാണുന്നത്. ഈ രണ്ട് ചെറുപ്പക്കാരും അപ്പോൾ ലോത്ത് വഴി കിട്ടിയ ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ വെളിച്ചത്തിൽ സോദോം ഗൊമോറ ദേശത്തുനിന്ന് ലോത്തിൻ്റെ കൂടെ പുറപ്പെട്ടിരുന്നെങ്കിൽ അവർ ഈ തീയും ഗന്ധകവും ഇറങ്ങി നശിപ്പിക്കപ്പെട്ട നഗരത്തിലൂടെ നശിച്ചു പോവില്ലായിരുന്നു. രണ്ട്, അവരിവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പെൺമക്കൾ അപ്പൻ്റെ ഒപ്പം പാപം ചെയ്യുന്ന ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ, ദൈവസ്വരം കേൾക്കാതിരിക്കുമ്പോൾ, ദൈവത്തിന് നേരെ പുറംതിരിയുമ്പോൾ നമുക്ക് മാത്രമല്ല നാശം, നമ്മിലൂടെ രക്ഷിക്കപ്പെടേണ്ടവർ, നമ്മളുടെ അഭിഷേകം പ്രാപിക്കേണ്ടവർ, നമ്മിലൂടെ ദൈവകൃപ ആർജിക്കേണ്ടവർക്ക് പോലും ആ നന്മ നഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവ ശുശ്രൂഷ എന്നൊരു സഹോദരി ഞാൻ കണ്ടു. വളരെ നന്നായി വചനം വ്യാഖ്യാനം നൽകും, പാട്ട് പാടും, കൗൺസിലിങ്ങിനും മിടുക്കി. പക്ഷേ ദുഃഖിതയാണ്. കാരണം അവൾ പറയുന്നു, വികാരിയച്ഛനും ബിഷപ്പും പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ തൽക്കാലം വചനമൊന്നും പ്രസംഗിക്കേണ്ട, അൽമാരിപ്പിതും ചെയ്യണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എവിടെ ചെന്നാലും ഞാനൊരു അൽമായ സഹോദരി ആയതുകൊണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് അവസരമൊന്നും ആരും തരുന്നില്ല, എനിക്കൊരു കൂട്ടായ്മയില്ല, എനിക്ക് ശുശ്രൂഷ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. ഒരു കുടുംബജീവിതം, ഭർത്താവത്തുള്ള ജീവിതം, മക്കൾ, അതല്ല എൻ്റെ വിളിയെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം കുടുംബമൊക്കെ എവിടെയാണ്? അപ്പം കരച്ചിൽ തുടങ്ങിയിട്ട് പറഞ്ഞു, എൻ്റെ കുടുംബം 15 വർഷം എന്നെ ഉപേക്ഷിച്ചതാണ്. കാരണം എന്താ? ഞാനൊരു കന്യാസ്ത്രീയായിരുന്നു, 12 വർഷം സന്യാസിനിയായി ജീവിച്ചു. അപ്പം ധ്യാനമൊക്കെ കൂടി എനിക്ക് വരങ്ങളൊക്കെ ലഭിച്ചു. ഞാൻ ആ വരങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചിരിക്കെ അധികാരികൾ കാരണമില്ലാതെ എന്നെ തെറ്റിദ്ധരിച്ച് എന്നോട് വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ ഒരു വേള മുകളിലേക്ക് നോക്കിയില്ല, തമ്പുരാനെ കേട്ടില്ല, ഞാൻ വചനത്തിൽ ആശ്രയിച്ചില്ല. അവരോട് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോന്ന് സഭ വിട്ടു പോന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരും എന്നെ ഉപേക്ഷിച്ചു. പിന്നെ ഞാനൊരു കോൺവെൻറ്റിൽ പോയി കുറച്ചു കാലം അവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാക്കളെ രക്ഷിക്കാനായിട്ടുള്ള ശുശ്രൂഷകളുടെ വിളി ഉയരുന്നുണ്ട്. അതെനിക്ക് കിട്ടിയ വിളിയാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ സന്യാസം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ തിരിച്ച് കോൺവെൻറ്റിൽ ചെന്ന് അവരെന്നെ എടുത്തില്ല. ഞാൻ ബിഷപ്പിനെ കണ്ടു, വേറൊരു കോൺവെൻറ്റിൽ എന്നെ കയറ്റണം, അതിന് ഒരു സാധ്യതയില്ല. നിത്യവ്രതം എടുത്ത് പാപകരമായ മനസ്സോടെ അധികാരികൾ വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോകുന്ന എന്നെ ആരും സ്വീകരിക്കുന്നില്ല. ഞാനിപ്പോൾ 25ഓളം സന്യാസഭകളുടെ വാതിൽ മുട്ടി, ആരും എന്നെ സ്വീകരിക്കുന്നില്ല. ഒരു കൂട്ടർ പറഞ്ഞു, വചന ശുശ്രൂഷ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ പാവപ്പെട്ടവരുടെ കൂടെ പാടത്ത് കൊയ്തും അതുപോലെ തന്നെ പറമ്പിൽ കൃഷിപ്പണി ചെയ്തും റബ്ബർ ടാപ്പ് ചെയ്തൊക്കെ ഞങ്ങളുടെ കൂടെ വേണം നിൽക്കാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷെ അതെനിക്ക് പറ്റില്ല, എനിക്ക് ശുശ്രൂഷ ചെയ്യണം. ഞാൻ പറഞ്ഞു, സഹോദരി, സന്യാസഭാധികാരികൾ അന്ന് നീതിയോടെ പെരുമാറിയില്ല എന്ന് പറയുന്നു, അകാരണമായി ശിക്ഷിച്ചു. അപ്പോഴുടനെ സന്യാസം ഉപേക്ഷിച്ച് പോകാനാണെങ്കിൽ ലോകത്തിൽ ആർക്കെങ്കിലും സമൂഹ ജീവിതം നയിക്കാനോ കുടുംബജീവിതം നയിക്കാനോ പറ്റുമോ? ഭർത്താവിൽ നിന്ന് എത്ര ഭാര്യമാർ വേദനിക്കേണ്ടി വരുന്നു, എത്ര ഭർത്താക്കന്മാർ ഭാര്യ വഴി വേദനിക്കേണ്ടി വരുന്നു. അവരെല്ലാം കുടുംബജീവിതം ഉപേക്ഷിച്ച് അങ്ങനെ ഇരിക്കും. അതുപോലെ അഭിമന്യ പിതാക്കന്മാരോട് മുറിവേൽക്കുന്ന എത്രയോ വൈദികർ, അതുപോലെ വികാരിയച്ഛന്മാരോട് മുറിവേൽക്കുന്ന കപ്പ്യാരോ കമ്മിറ്റിക്കാരോ ഇടവക്കാരോ, അവരെല്ലാം ഇങ്ങനെ ബന്ധപ്പെടുത്തിയാലോ? അതുപോലെ സന്യാസഭകളിൽ വൈദികരോ സിസ്റ്റേഴ്സോ ഭിന്നതയോ കലഹമോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഉടനെ ജീവിതാന്തസ് വെടിഞ്ഞു പോവുമോ? വിളിയോടുള്ള വിശ്വസ്തത വേണ്ടേ? അതാ ഇവിടെ പറ്റിയത്. ഈ രണ്ട് ചെറുപ്പക്കാർ ലോത്തിൻ്റെ പാപകരമായിട്ടുള്ള സ്വഭാവത്തെ ഒക്കെ ദൈവം മറന്ന് അബ്രാഹത്തോടുള്ള വിശ്വസ്തയുടെ ഫലമായി അബ്രാഹത്തിൻ്റെ മധ്യസ്ഥം വഴി ലോത്തിനൊരു ഔദാര്യപൂർവമായിട്ടുള്ള സഹായ ഹസ്തം നീട്ടിക്കൊടുത്തപ്പോൾ ലോത്തിൻ്റെ കൈകളിൽ ഈ രണ്ട് ചെറുപ്പക്കാരെ പിടിക്കേണ്ടതായിരുന്നു. അവർ പിടിക്കാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ വഴി ഈ ചെറുപ്പക്കാരും ലോത്തിൻ്റെ മക്കൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ഒരു മഹാപരാധം ഉണ്ടാവില്ലായിരുന്നല്ലോ, അത് സംഭവിച്ചില്ല. അതിന് പകരം ഒരു മഹാപരാധം ഉണ്ടായി. ഈ സന്യാസഭയിൽ നിന്നിരുന്നെങ്കിൽ എത്രയോ ആത്മാക്കൾ രക്ഷപ്പെടുമായിരുന്നു. ആത്മായ സഹോദരിയായിട്ട് ശുശ്രൂഷ ചെയ്യാൻ എന്തുകൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ല? എന്നോട് ആ സഹോദരി ചോദിച്ചു, അച്ഛാ, എത്രയോ ആത്മായർ ശുശ്രൂഷ ചെയ്യുന്ന സന്തോഷമായിട്ട്, പക്ഷെ എനിക്കെന്താ അത് പറ്റാത്തത്? അപ്പോൾ എനിക്ക് തോന്നി, ഞാനത് പറഞ്ഞ് വേദനിപ്പിച്ചില്ല.
ദൈവത്തിൻ്റെ വിളിയോടുള്ള അവിശ്വസ്തതയിലൂടെ ജീവിതാന്തസ്സിൻ്റെ ആ ശോഭയൊക്കെ കെട്ടുപോകുന്ന വ്യക്തികൾക്ക് പിന്നീട് മുന്നോട്ട് ശുശ്രൂഷ ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ കാണുന്നുണ്ട്. പുരോഹിതർ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോകുന്നു, സന്യാസികളോ സന്യാസം ഉപേക്ഷിച്ച് പോകുന്നു, കുടുംബജീവിതം നയിക്കുന്നവർ ജീവിത പങ്കാളി ഉപേക്ഷിച്ച് പോകുന്നു. അവർക്ക് പിന്നീട് ദൈവ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം 1 കൊരിന്തോസ് 7:17 പറയും, ഓരോരുത്തരും അവരവരുടെ വിളിയും നിയോഗവും അനുസരിച്ച് ജീവിതം നയിക്കണം. അപ്പോൾ ദൈവ നിയോഗപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം ഈ ദൈവ വിളി എന്ന് പറയുന്ന അടിത്തറ ഉറക്കാഞ്ഞിട്ടാണ്. ഒരു കെട്ടിടത്തിൻ്റെ ഭിത്തി വിണ്ടുകീറുന്നു, മേൽക്കൂര ചെരിയുന്നു, ഇടിഞ്ഞു വീഴുന്നു. കാരണം എന്താ? അടിത്തറ ഉറച്ചിട്ടില്ല. ദൈവവിളിയിൽ തെറ്റുപറ്റിയാൽ, ദൈവവിളി ഉപേക്ഷിച്ചാൽ, ദൈവവിളിയിൽ ചാഞ്ചാട്ടം ഉണ്ടായാൽ ഈ പിന്നീടുള്ള ദൈവ നിയോഗപ്രകാരമുള്ള ദൗത്യ നിർവഹണ മേഖലകളാകുന്ന ഭിത്തിക്ക് വിള്ളൽ വീഴും, മേൽക്കൂര ഇളകിയാടും. പ്രിയപ്പെട്ടവരെ, ലോത്തിൻ്റെ പെൺമക്കളെ വിവാഹം ചെയ്യാനുള്ള അവരുടെ തെറ്റിൻ്റെ ഫലമായി ആ പെൺമക്കളും വലിയൊരു പാപം ചെയ്തു. ലോത്തിൻ്റെയൊക്കെ ഒന്ന് തിരിയാം. അബ്രാഹത്തിനോടൊപ്പം കഴിഞ്ഞിരുന്ന ലോത്ത്, സമൃദ്ധിയുള്ള നാട് നമുക്ക് രണ്ടുപേർക്കുമായി പങ്കുവെക്കാം, മരുഭൂമി അതുപോലെ പങ്കുവെക്കാം എന്നല്ലേ പറയേണ്ടിയിരുന്നത്. പക്ഷെ നേടാൻ അയാൾ ആഗ്രഹിച്ചത് സമൃദ്ധി, നഷ്ടപ്പെട്ടതോ എല്ലാം, സർവവും നേടാനിറങ്ങിയവൻ സമൃദ്ധിയുടെ, പച്ചപ്പിൻ്റെ, ഫലപുഷ്ടിയുടെ, ജലസമൃദ്ധിയുടെ, നഗരത്തിൻ്റെ വശ്യതയുടെ ആ മായിക വലയത്തിൽ വീണുപോയവൻ, എല്ലാം നഷ്ടപ്പെട്ടവന് ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കേണ്ട ദുർഗതി വന്നപ്പോഴാണ് ഈ 2 പെൺമക്കളും ആ പാപനിമിഷങ്ങളെ വീണ്ടും പാപകരമാക്കി മാറ്റിയത്. ഒരു പാപത്തിൽ നിന്ന് അനേകം പാപങ്ങൾ കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് തമ്പുരാൻ ഇപ്പം നമ്മുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചത്. ഈ വചനം പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ചെറുതും വലുതുമായ ഇതിന് സമാനമായ പാപങ്ങൾ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടാകാം. ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി തമ്പുരാൻ തന്നൊരു മുന്നറിയിപ്പാണിത്. ഈശോയെ, ഇന്നത്തെ ഈ തിരുവചനങ്ങളിലൂടെ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കുന്ന മഹാസത്യം അത് ഞങ്ങളുടെ ആത്മാവിൽ അഭിഷേകമായി സ്വീകരിക്കുന്നു, മനസ്സിലേക്ക് സ്വീകരിക്കുന്നു. ഈശോയെ, തെറ്റുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, മഹാപരാധങ്ങളിൽ നിന്ന് ഓടി അകലാനുള്ള വരവും കൃപയും തരണമേ. ലോത്ത് തൻ്റെ പിതാവിൻ്റെ സഹോദരനായ അബ്രാഹത്തോട് അവിശ്വസ്തതയും സത്യസന്ധതയില്ലായ്മയും സ്നേഹമില്ലായ്മയും കാണിച്ചിട്ടും അബ്രാഹം നീതിമാനായി അവിടെ ജീവിച്ചു, നീതിമാനായി പ്രവർത്തിച്ചു. ലോത്തിൻ്റെ ഭാര്യ ദൈവത്തിൻ്റെ വിളിക്ക് ചെവി കൊടുക്കാതെ ദൈവം നാശത്തിൽ ഒഴിഞ്ഞിട്ട സ്ഥലത്തേക്ക് പിന്തിരിഞ്ഞ് അവിടെ പോയി നശിച്ചു. ലോത്തിൻ്റെ പെൺമക്കളെ വിവാഹം ചെയ്യാനുള്ള 2 ചെറുപ്പക്കാർ ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ മുമ്പിൽ അത് തമാശയായി കരുതനെ അവഗണിച്ചപ്പോൾ അവരും ആ തീയും ഗന്ധകവും ഇറങ്ങി നശിച്ച നാട്ടിൽ നശിച്ചു പോയി. ലോത്തിൻ്റെ പുത്രിമാരാകട്ടെ ഈ പാപത്തിൻ്റെ എല്ലാം ദുരന്തഫലങ്ങൾ പേറി ആ ഗുഹയ്ക്കകത്ത് വെച്ച് അപ്പനുമായി പാപം ചെയ്ത് അതിനേക്കാളും വലിയ തിന്മയുടെ അടിമകളായി തീർന്നു. അവർ ദൈവത്തിൻ്റെ ഇടപെടലിനായി കാത്തിരിക്കണമായിരുന്നു, അത് ചെയ്തില്ല. ഇതെല്ലാം ഞങ്ങൾക്ക് പാഠമാകുന്നു. ഞങ്ങൾ ഇതുപോലുള്ള പാപങ്ങൾ വീഴാതിരിക്കുന്ന കൃപ തരണേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഞങ്ങൾക്ക് തന്ന് പാപമില്ലാത്ത ജീവിതത്തിൽ ഞങ്ങളെ വളർത്തണമേ. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരെയും ഈ തിരുവചനത്തിൻ്റെ ജീവനാലും ശക്തിയാലും ശോഭയാലും നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് എല്ലാ നേരവും സ്തുതി പാടും. ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് തീരുന്ന
ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവെള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. സംസാരിക്കട്ടെ. കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോറിന്റെ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരൾ രോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന മേരി എന്ന സഹോദരി തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. വീഴ്ചയുടെ ഫലമായി നടുവിന് മാരകമായൊരു പരിക്ക് പറ്റി. നട്ടിലെ ഏറ്റവും താഴ്ഭാഗത്ത് കോക്സിക്സ് ബോണിന് പരിക്ക് പറ്റി. അതിൻ്റെ ഫലമായി നിലത്തിരിക്കാനൊന്നും പറ്റില്ല. അവിടെ ഏറ്റവും താഴെയുള്ള ഡിസ്കിൻ്റെ അവിടെ വളരെ വലിയൊരു ഗ്യാപ്പുണ്ടായി. ഡിസ്ക് പ്രൊലാപ്സിൻ്റെ ഫലമായുള്ള വലിയൊരു ഗ്യാപ്പും നിലത്തിരിക്കാൻ പറ്റില്ല, കുനിയാൻ പറ്റാത്ത പ്രയാസമൊക്കെ ആയിരുന്നു. ഇപ്പോൾ മേരി തന്നെ ആ അനുഭവ സാക്ഷ്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മേരി. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത്. 2008 ഏപ്രിൽ മാസം ഞാൻ ബാത്റൂമിൽ കുളിക്കുകയായിരുന്നു. അപ്പോൾ പുറംതിരിഞ്ഞ് വിടുന്നതിന് ശേഷം എനിക്ക് ബാക്കിലോട്ടൊരു നല്ല വീഴ്ച കിട്ടുകയും അതിൻ്റെ ഫലമായി എൻ്റെ ഡിസ്കിൻ്റെ ഏറ്റവും അറ്റത്തോട്ട് 1.5 ഇഞ്ച് വലിപ്പത്തിന് എൻ്റെ ഡിസ്കുകൾക്ക് അകൽച്ച സംഭവിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലൂടെ എയർ കയറുമ്പോഴൊക്കെ എന്നെ കൊണ്ടിരിക്കുവാനോ നിൽക്കുവാനോ മറ്റും വെയിറ്റുള്ള സാധനങ്ങൾ തൂക്കുവാനോ പാടില്ലാതിരുന്നു. എന്നാൽ ഡോക്ടറും അത് ചെയ്യണ്ടെന്നും എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് തനിയെ ഇതേപോലത്തെ ടൈൽസ് ഇട്ട തറകളിലൊന്നും നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഇപ്പോൾ അരമണിക്കൂറിലധികം ഞാനിവിടെ നിന്നിട്ടും എൻ്റെ ഇടത് കാലിന് യാതൊരു മരവിപ്പോ കഴച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല. തിരിക്കാൻ പറ്റില്ലായിരുന്നു. നിലത്തിരുന്നേ, എഴുന്നേറ്റേ, ആയാസരഹിതമായി ഇരിക്കാനും എഴുന്നേൽക്കാനും പറ്റുന്ന വിധത്തിൽ നട്ടിലേറ്റവും താഴ്ഭാഗത്തുണ്ടായ പരിക്കിൽ നിന്ന് കർത്താവ് ഈ സഹോദരിയെ മോചിപ്പിച്ചതിനോർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന രാജേഷ് എന്ന ഹൈന്ദവ സഹോദരൻ തൃശ്ശൂർ ജില്ലയിലെ വെള്ളാങ്കല്ലൂർ എന്ന സ്വദേശത്ത് വരുന്നയാളാണ്. 2 കണ്ണുകൾക്കും കാഴ്ചയില്ല. അദ്ദേഹത്തിന് വലത് ചെവിക്ക് 8 വർഷമായിട്ട് പറഞ്ഞാലൊന്നും തിരിയില്ല, ഒരു ക്ലിയർ ആവുന്നില്ല, കേൾവി നഷ്ടപ്പെട്ടു.
എന്തൊക്കെയോ സ്വരം മാത്രമേ കേൾക്കുള്ളൂ, ഒന്നും ക്ലിയർ ആവില്ലായിരുന്നു. ഇടത് ചെവി അടച്ചു പിടിച്ചാൽ വലത് ചെവിയിലുള്ള ഒന്നും ക്ലിയർ ആകാത്ത അവസ്ഥയായിരുന്നു. ഇപ്പം രാജേഷ് ഇടത് ചെവി അടച്ചു പിടിച്ച്. വീട് എവിടെയാ? വീട് തൃശ്ശൂർ ജില്ലയിൽ. ഉറക്കെ പറയൂ. വീട് തൃശ്ശൂർ ജില്ലയിലാണ്, വെള്ളാങ്കല്ലൂരാണ്. എത്ര വയസ്സായി? എനിക്ക് 41 വയസ്സാണ്. ജന്മനാൽ അങ്ങനെ വൈകല്യം ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. കണ്ണിന് ജന്മനാ വൈകല്യം? കണ്ണിൽ ജന്മനാൽ വൈകല്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ മൈക്കിലൂടെ അല്ലാതെയും പറഞ്ഞു നോക്കുന്ന എല്ലാം മറുപടി കൃത്യമായിട്ട് ഇടത് ചെവി അടച്ചു പിടിച്ചിട്ട് വലത് ചെവിയുടെ കേട്ട് ക്ലിയർ ആയിട്ട് മറുപടി പറയുന്നു. രാജേഷ്, ഈ അത്ഭുതകരമായ സൗഖ്യത്തെ ഓർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.